വെൽക്കം ടു കുക്ക് വിത്ത് റുമാന. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നെക്സ്റ്റുള്ള ബെൽ പ്രസ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഈ കാണുന്ന ആപ്പാണ് ഫ്ലൈറ്റ്സ്. ഇത് കോട്ടക്കൽ ബേസ്ഡ് ഫുഡ് ഡെലിവറി ആണ്. അവർ 10 കിലോമീറ്റേഴ്സിൻ്റെ ഉള്ളിൽ ഫ്രീ ഡെലിവറി ചെയ്യും. ആഫ്റ്റർ 10 കിലോമീറ്റർ ചാർജ് അപ്ലൈ ആണ്. അത് വലിയ ചാർജൊന്നും ഉണ്ടാവില്ല. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, ചെക്ക് ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു സുർബിയാൻ റൈസാണ്. ഇത് ഒരു അറബിക് റൈസ്. ഇത് ഞാൻ ചിക്കൻ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്, ബീഫ് വെച്ചിട്ടും ഉണ്ടാക്കാം. നല്ല സ്മോക്കി ഫ്ലേവർ ആയിട്ടുള്ള നല്ലൊരു റൈസാണ്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. സുർബിയാൻ റൈസൊക്കെ മെയിൻലി ആയിട്ട് വേണ്ടത് ഫ്രൈഡ് ഓണിയൻ ആണ്. ഇതൊരു 4 ഓണിയൻ ആണ് ഞാൻ ഫ്രൈ ചെയ്യുന്നത്. നല്ല സ്ലൈസ് ചെയ്തിട്ട് 4 ഓണിയൻ ഫ്രൈ ചെയ്യണം. എന്നിട്ട് ഇത് 3 പോർഷനായിട്ടാണ് വെക്കേണ്ടത്. അതിൽ ആദ്യത്തെ പോർഷനാണ് ഇപ്പം ഞാൻ എടുക്കുന്നത്. പിന്നെ ഒരു 4 പച്ചമുളക്, ഒരു 5-6 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 3 ടീസ്പൂൺ മുളക് പൊടി. ഞാൻ കശ്മീരി മുളക് പൊടിയാണ് എടുത്തത്. നിങ്ങൾക്ക് കശ്മീരി അല്ലാന്നുണ്ടെങ്കിൽ ഒരു 2.5 ടീസ്പൂൺ മതി. പിന്നെ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് 2 ടീസ്പൂൺ ഗരം മസാല. ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചു വെച്ചതാണ്. നിങ്ങൾക്ക് പുറത്തുനിന്ന് കൊണ്ടുവന്നത് കുഴപ്പമില്ല. പിന്നെ ഇത് ഉണക്ക നാരങ്ങ ഒന്ന് പൊളിക്കണം, ഈസിയാണ് പൊളിക്കാൻ. എന്നിട്ട് അതിൻ്റെ കുരു എടുക്കണം. കുരു എടുത്തിട്ട് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കണം. എൻ്റെ ഗരം മസാലയിൽ ഇത് മിക്സാണ്, അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ കാണിക്കുന്നത്. ഞാൻ മിക്സ് ചെയ്ത് വെച്ചതാണ്. എന്നിട്ട് ഇത് ഞങ്ങൾ മാഗി ക്യൂബാണ്, അതിന് ഒരു മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുക. മാഗി ക്യൂബ് ഇല്ലെങ്കിൽ ഉപ്പിട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരു 1/2 കപ്പ് തൈര് 1/2 കപ്പ് പറഞ്ഞൊരു 3 സ്പൂണാണ്. എന്നിട്ട് നല്ലോണം അരച്ചെടുക്കുക. ഇത് ഒരു 1.5 കിലോ ചിക്കനാണ് ഇതിലുള്ളത്. 1.5 കിലോ ചിക്കൻ ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കഴുകി വെച്ചതാണ്. ഇതിലേക്ക് ഒരു വലിയ പൊട്ടാറ്റോ ആണ്. പൊട്ടാറ്റോ ഇതിൽ മസ്റ്റാണ്, പൊട്ടാറ്റോ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. എന്നിട്ട് ഞങ്ങൾ അരച്ച് വെച്ച മസാലയും ഇതിനിട്ട് കൊടുത്തിട്ട് നല്ലോണം കയ്യിൽ തന്നെ മിക്സ് ചെയ്തെടുക്കുക. കാരണം ഇറച്ചിയിലേക്കും പൊട്ടാറ്റോയിലേക്കും ഈ മസാല നല്ല തേച്ച് പിടിപ്പിക്കണം. ഞാനിത് സത്യത്തിൽ രാത്രിയാണ് ഉണ്ടാക്കി വെച്ചത്. ഒരു ഓവർനൈറ്റ് സോക്ക് ചെയ്യുമ്പോൾ ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അറ്റ്ലീസ്റ്റ് 1 മണിക്കൂറെങ്കിലും നിങ്ങളിത് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കണം. ഓവർനൈറ്റ് ചെയ്താൽ പിന്നൊന്നും പറയാനില്ല, അത്ര രസമായിരിക്കും ഞങ്ങളെ ബിരിയാണി. പിന്നെ ഞങ്ങൾ ഇതിലേക്ക് റൈസാണ് റെഡിയാക്കി എടുക്കേണ്ടത്. അതിലേക്ക് കുറച്ച് പെരിഞ്ജീരകം, ഒരു ഉണക്ക നാരങ്ങ, ഒരു കുറച്ച് കറുകപ്പട്ട, തക്കോലം, ഏലക്ക, ഉപ്പ്, എല്ലാ സ്പൈസസും എടുക്കുക. ഏത് സ്പൈസസ് വേണം അത് എടുക്കുക. ഉപ്പ് ആവശ്യത്തിനുള്ളത് എടുക്കുക. ഒന്ന് ടേസ്റ്റ് ചെയ്യുക. വെള്ളം ടേസ്റ്റ് ചെയ്യുമ്പോൾ ഉപ്പ് മുന്നോട്ട് നിൽക്കണം. പിന്നെ ഇതൊരു 4 പച്ചമുളകാണ്. ഞാൻ നടുക്ക് കീറിയിടണം, കട്ട് ചെയ്യരുത്. ജസ്റ്റ് ഒരു ലൈൻ വരച്ചിട്ട് വേണം ഇടാൻ. അറബിക് റൈസിൽ നല്ലൊരു ഫ്ലേവറാണ്, ഇത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അതിനുശേഷം കുറച്ച് ഓറഞ്ചിൻ്റെ സ്കിന്നാണ് ഞാൻ ഇടുന്നത്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. സുർബിയൻ റൈസിൽ കുറച്ച് ഓറഞ്ചിൻ്റെ നീരും സ്ക്വീസ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞങ്ങൾ നോർമലി അരി വേവിക്കുമ്പോൾ ഓയിലും ഇട്ട് കൊടുക്കണം. അരി സെപ്പറേറ്റായി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നല്ലോണം തിളപ്പിക്കുക. തിളച്ച ശേഷം ഞങ്ങൾ കഴുകി ഊറ്റി വെച്ച അരിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാൻ ബസ്മതി അരിയാണ് എടുത്തത്. നിങ്ങൾ സെല്ല ബസ്മതി ആണെങ്കിൽ ഇത് നല്ല രസമായിരിക്കും. എൻ്റെ അടുത്ത് ഇല്ലായിരുന്നു. ഇതൊരു 50-60% വേവിക്കാൻ പാടുള്ളൂ. അരി ബിരിയാണിൻ്റെ അത്ര വേവിക്കാൻ പാടില്ല. ഞങ്ങൾ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ അത് കട്ട് ചെയ്ത് പോകണം, അല്ലാതെ ഒടിയരുത്, കൊയ്യരുത്. ഒരു 50% മാത്രമേ വെക്കാൻ പാടുള്ളൂ. കാരണം ഞങ്ങൾ ഇറച്ചി വെന്തിട്ടില്ല, ദമ്മിലാണ് ഞങ്ങൾ ഇറച്ചി വേവിടുന്നത്, അതുകൊണ്ടാണ്. പിന്നെ ദമ്മിടാനുള്ള പാത്രത്തിൽ ഒരു 2 സ്പൂണ് ഞാൻ ബട്ടർ ഇട്ട് കൊടുത്ത്. പിന്നെ ഞങ്ങൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കന് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക. അറേഞ്ച് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ 3 പോർഷനിൽ 2ാമത്തെ പോർഷൻ ഫ്രൈ ചെയ്ത ഓണിയൻ ഇട്ട് കൊടുക്കുക. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് ഈ സമയത്ത് നിങ്ങൾക്കൊരു 100 ഗ്രാം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ബട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഓറഞ്ച് നീരും സ്ക്വീസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക.
ഓയിൽ ഉണ്ടെങ്കിൽ നല്ലതാണ്, പക്ഷെ എനിക്ക് വേണ്ടാന്ന് ഇട്ടിട്ടില്ല. ഓയിൽ ഉണ്ടായാലും ഞങ്ങളെ റൈസ് നല്ല പെർഫെക്റ്റ് ആയിരിക്കും. പിന്നെ ഞങ്ങൾ എടുത്ത് വെച്ച റൈസും ഇട്ട് കൊടുക്കുക. ലെയറായിട്ടൊന്നും ഇട്ട് കൊടുക്കണമെന്നില്ല, ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. ലെയർ വേണമെന്നില്ല ഇതിന്. ഒന്ന് ഇട്ടിട്ട് അറേഞ്ച് ചെയ്യുക. ചോറിൻ്റെ കട്ടൊന്നും ഇല്ലാതെ നോക്കുക. ഈ ചോർക്ക് കട്ട ഉണ്ടാവില്ല, പറഞ്ഞ കാര്യമായിട്ട് വേവില്ലല്ലോ. എന്നിട്ട് ദമ്മ വരാനുള്ള ഹോൾ എടുക്കുക. പിന്നെ ഓറഞ്ച് നീര് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് അത് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഞങ്ങൾ തേർഡ് പോർഷനായ ഫ്രൈഡ് ഓണിയനും ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഞങ്ങൾ ഫ്രൈ ചെയ്ത് വെച്ച കാഷ്യൂനട്ടും മുന്തിരി ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിൽ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പായ നാരങ്ങ തോലാണ്, അതും വെച്ച് കൊടുക്കുക. നാരങ്ങ ഈ ബിരിയാണിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കി എൻ്റെ ബിരിയാണി കണ്ടവർക്കറിയാം, ഞാൻ എല്ലാത്തിലും ഇടും, അതിൻ്റെ ഫ്ലേവർക്ക് ഇടുകയാണ്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നിട്ട് കുറച്ച് കൊറിയൻഡർ ലീവ്സ് എടുത്തിട്ട് ഞങ്ങൾ സ്മോക്ക് റെഡിയാക്കുക. അതിലേക്ക് ഒരു ചാർക്കോൾ കത്തിച്ചിട്ടിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ചാർക്കോൾ ഇല്ലാത്തവർ അടുപ്പിൻ്റെ കനലെടുത്ത് വെച്ചാലും മതി, ഇല്ലാന്നുണ്ടെങ്കിൽ ചിരട്ട കത്തിച്ച് അത് വെച്ചാലും മതി. എന്നിട്ട് അലൂമിനിയം ഫോയിൽ മൂടിയിട്ട് ഒരു അരമണിക്കൂർ മീഡിയം ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് ഈ പാത്രത്തിൻ്റെ അടിക്ക് ഒരു പഴയ പാൻ വെക്കാൻ മറക്കരുത്, അത് ഇല്ലെങ്കിൽ അടിക്ക് പിടിച്ചു പോവും. അതൊരു ഉറപ്പിനാണ് വെക്കുന്നത്, ചിലപ്പോൾ പിടിക്കും ചിലപ്പോൾ പിടിക്കാതിരിക്കും. ഒരു അരമണിക്കൂറിൻ്റെ ശേഷം ഞങ്ങൾ അരമണിക്കൂർ കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പിന്നെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾ ദം ഓപ്പൺ ചെയ്യാൻ. കാരണം അരമണിക്കൂർ ആയ ഉടനെ ഓഫ് ചെയ്യണം. ഓഫ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് അങ്ങനെ തന്നെ വിടണം, അതിന് ശേഷം ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ. എന്നിട്ട് ഞങ്ങൾ ബിരിയാണി മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് നല്ല അടിപൊളി സ്മെല്ലായിരിക്കും. ചാർക്കോളിൻ്റെ സ്മെല്ലും പിന്നെ ഫ്രൈഡ് ഓണിയൻ്റെ സ്മെല്ലും ഓറഞ്ചിൻ്റെ സ്മെല്ലായിട്ട് നല്ലൊരു ഫ്ലേവറാണ് ഈ ബിരിയാണി. നിങ്ങൾ എന്തായാലും ഇത് മസ്റ്റായി ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് കാണാം ചിക്കൻ നല്ല പെർഫെക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഇതെന്താ പറയുക, നല്ലൊരു അറബിക് റൈസാണിത്. അത് നിങ്ങൾ സെല്ല ബസ്മതി അരി വെച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിരിക്കും. ബസ്മതി അരി വിരോധമൊന്നുമില്ല, ബട്ട് കുറച്ചുകൂടി കുറവ് വേവിക്കണമെന്നുള്ളൂ, അത്രേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ബിരിയാണി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞങ്ങൾ സാൽസും തൈരാണ് സൈഡ് ഡിഷായി എടുക്കുന്നത്. സാൽസിൻ്റെ റെസിപ്പി ഞാൻ ഇതിൽ ഇടുന്നില്ല. എൻ്റെ ഹൈദരാബാദി ചിക്കൻ പുലാവിൻ്റെ റെസിപ്പി നോക്കാൻ അതിൽ സാൽസ ഉണ്ട്, അതും നിങ്ങൾക്ക് നോക്കാം. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.